രാഹുൽ ഗാന്ധിയുടെ വിവാഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്വപ്നമാണ്. ഇപ്പോഴിതാ തന്റെ സഹോദരനായ രാഹുൽ ഗാന്ധിയെ വിവാഹിതനായും അച്ഛനായും സന്തോഷവാനായി കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയാണ് പ്രിയങ്ക ഗാന്ധി. അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രി ആരാകണമെന്ന് ഇന്ത്യ സഖ്യം തീരുമാനിക്കുമെന്നും അവർ പറഞ്ഞു. യുപിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായ പ്രിയങ്ക ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ രാജ്യത്തൊട്ടാകെ പ്രചരണത്തിലാണ്. ഞാനിവിടെ 15 ദിവസമായുണ്ട്. അമേഠിയിലും റായ്ബറേലിയിലും ആരെങ്കിലും പ്രചരണത്തിന് വേണം. ഞങ്ങൾ ഇവിടെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. മണ്ഡലത്തിലെ ജനങ്ങളുമായി ഞങ്ങൾക്ക് കുടുംബ ബന്ധമുണ്ട്. ഇവിടെ അവർ ഞങ്ങളെ പ്രതീക്ഷിക്കുന്നുവെന്ന് കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് പ്രിയങ്ക പറഞ്ഞത്. യുപിയിലെ റായ്ബറേലിയിലും അമേഠിയിലും കോൺഗ്രസിന് അഭിമാന പോരാട്ടമാണ്. ഏതെങ്കിലും മണ്ഡലത്തിൽ പ്രിയങ്ക സ്ഥാനാർത്ഥിയായി വരുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധിയെ റായ്ബറേലിയിലും കിഷോരി ലാൽ ശർമ്മയെ അമേഠിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാക്കി. അമേഠിയിൽ നിന്ന് തുടർച്ചയായി 3 തവണ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ BJPയിലെ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടിരുന്നു. ഇത്തവണ മണ്ഡലത്തിൽ കളത്തിലിറക്കിയ കിഷോരി ശർമ്മ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ കൂടിയാണ്. തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടമായ മെയ് 20-നാണ് അമേഠിയിലെയും റായ്ബറേലിയിലെയും വോട്ടെടുപ്പ്. അതേസമയം BJPയുടെ പ്രചരണങ്ങൾ യുദ്ധത്തിന് സമാനമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മഹാഭാരത യുദ്ധത്തിന് സമാനമാണെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. NDA സഖ്യവും ഇന്ത്യ സഖ്യവും ഇരുഭാഗത്തുമായി അണിനിരക്കുന്നു. ഈ മഹാഭാരത യുദ്ധത്തിൽ NDA സഖ്യം പാണ്ഡവപ്പടയാണ്, ഇന്ത്യ സഖ്യം കൗരവപ്പടയും. ഇതിനിടയിൽ രാഹുൽ ഗാന്ധിയെയും അമിത്ഷാ പ്രസംഗത്തിനിടെ കടന്നാക്രമിച്ചു. ബാങ്കോക്കിലും തായ്ലൻഡിലും അവധി ആഘോഷിക്കുന്ന രാഹുലിന് ബീഹാറിനെയോ മധുബനിയെയോ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് ഷാ തുറന്നടിച്ചിരുന്നു. രാജസ്ഥാനിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ ജമ്മു കശ്മീരിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരാമർശിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെയും അമിത്ഷാ വെറുതെ വിട്ടില്ല. പ്രായം 80 കടന്നിട്ടും ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാൻ ഖാർഗെയ്ക്ക് സാധിച്ചിട്ടില്ലെന്നാണ് ഷാ പറഞ്ഞത്. ഏതായാലും കൊണ്ടും കൊടുത്തും ഇരു പാർട്ടികളും വീറും വാശിയോടെയും മുന്നോട്ടു പോവുകയാണ്. ഇനിയെല്ലാം ജൂൺ 4-നറിയാം.